ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. നമ്മൾ ധാരാളം യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പം ധാരാളം ഹൈവേകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ടോൾ പ്ലാസകളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം തിരുവല്ലം ടോൾ പ്ലാസയാണ്. വളരെ തിരക്ക് കുറഞ്ഞ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നഷ്ടത്തിലോടുന്ന ടോൾ പ്ലാസയാണ് തിരുവല്ലം ടോൾ പ്ലാസ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അവിടെ യാതൊരു തിരക്കുമില്ല. വല്ലപ്പോഴും ഒരു വണ്ടി വന്നാലായി, അത്ര തീരെ തിരക്ക് കുറഞ്ഞ ഒരു ടോൾ പ്ലാസയാണിത്. ഇതിൻ്റെ ഒരു കാരണം ഇതിന് പാരലായിട്ട് മറ്റ് 2 റോഡുകളുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതും അധികം ഓടണ്ട, ഒരു 500 മീറ്ററിൻ്റെ വ്യത്യാസം നമുക്ക് വീണ്ടും ഈ ടോൾ പ്ലാസ കടന്ന് അപ്പുറത്തെത്താൻ റോഡുള്ളതിൻ്റെ പേരിലാണ് ഇവിടെ തിരക്ക് കുറവ്. ഓക്കെ, ഞാനിതൊന്നുമല്ല പറയാൻ വന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ധാരാളം ടോൾ പ്ലാസകൾ വരുമ്പം നമ്മൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ ഈ കാറിൽ തന്നെ യാത്ര ചെയ്യുന്നതായിരിക്കും. തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ നമ്മൾ സൗത്ത് ഇന്ത്യ, തമിഴ്നാട്, കർണാടക ചിലപ്പോൾ കാറിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് ധാരാളം ടോൾ പ്ലാസകൾ കടന്നു പോകേണ്ടതായിട്ട് വരും. നമ്മുടെ ധാരാളം പൈസകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും, നല്ല റോഡ് കിട്ടിയല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ നിന്ന് പൈസ മേടിച്ചതെന്ന് ചിലർ വിചാരിക്കും. നമ്മുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച ഈ റോഡിന് എന്തിനാണ് ടോൾ മേടിക്കുന്നതെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പ്ലസ്സായും പോസിറ്റീവായും നെഗറ്റീവായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നല്ല റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ടോൾ കൊടുത്തു, പൈസ കൊടുത്തു. എന്നാൽ അതുമാത്രമല്ല നമുക്ക് കിട്ടുന്നത്. ഈ ടോൾ പ്ലാസയിൽ നമ്മൾ പൈസ കൊടുത്ത് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ ഫോണിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ചില സൗജന്യങ്ങളൂടെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അതിലെ പ്രധാനപ്പെട്ട സൗജന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹൈവേയിൽ വെച്ച് എവിടെ ആക്സിഡൻറ്റ് നടന്നാലും അവരുടെ ടോൾ ഫ്രീ നമ്പറുണ്ട്, അതിലൊന്ന് വിളിച്ചാൽ മാത്രം മതി. 10 മിനിറ്റിനകത്ത് അവരുടെ ആംബുലൻസ് എത്തും. അതും തികച്ചും സൗജന്യമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടി ഒന്നും ബ്രേക്ക് ഡൗൺ ആയി, നമ്മൾ ഒതുക്കിയിട്ടിരിക്കുകയാണ്, നമുക്ക് ഒന്നീ ബാറ്ററി വീക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ബ്രേക്ക് ഡൗൺ ആയാലും പഞ്ചറായിട്ടുണ്ടാകും. അങ്ങനെ എന്ത് കാര്യമായാലും നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിക്കുക. ആ ടോൾ ഫ്രീ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വിളിക്കുക. അപ്പോൾ 10 മിനിറ്റോ 15 മിനിറ്റിനകത്ത് നിങ്ങളെ സഹായിക്കാൻ ആൾ വരും. അതും തികച്ചും സൗജന്യമായി. ഇൻ കേസ് പെട്രോൾ തീർന്നാണ് നിൽക്കുന്നെങ്കിൽ പോലും അടുത്ത പമ്പിലേക്ക് പോകാനുള്ള പെട്രോൾ വരെ അവർ തന്ന് നിങ്ങളെ സഹായിക്കും. ഇനി മറ്റൊരു കാര്യം, പോകുന്ന വഴി ആക്സിഡൻ്റ് ആയെന്നിരിക്കട്ടെ, അപ്പം നിങ്ങളുടെ വണ്ടി അവിടുന്ന് ഒരു ക്രെയിൻ്റെ സഹായത്തോടു കൂടി എടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ എങ്കിൽ അതും നിങ്ങൾക്ക് സൗജന്യമായി അവർ ചെയ്തു തരും. നിങ്ങൾ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ ഈ ടോൾ കൊടുക്കുന്ന പൈസയിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. റോഡിലെ മികച്ച റോഡുകൾ മാത്രമല്ല, മികച്ച സർവീസുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പം നിങ്ങൾ യാത്ര പോകുമ്പോൾ ഈ 1033 ഇതാണ് അവരുടെ ടോൾ ഫ്രീ നമ്പർ. ഇത് ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുക. ആ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് 10 മിനിറ്റ് 15 മിനിറ്റാണ് അവരുടെ ടൈം പറയുന്നെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു അരമണിക്കൂറോ ഒക്കെ ചിലപ്പോൾ അത് ഒരു പക്ഷേ, കാരണം ചിലപ്പം ദൂരെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സഹായം സർവീസും കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടോൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ധൈര്യമായിട്ട് വിചാരിക്കുക, ഇതിന് മാത്രമല്ലല്ലോ, നമുക്ക് മറ്റു പല സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ലഭിക്കുന്നതിന് വേണ്ടിയാണല്ലോ എന്ന് സമാധാനിക്കാം. അപ്പം ഇത് തിരുവല്ലം ടോൾ പ്ലാസയുടെ ഗതി വളരെ ദയനീയമാണ്. ആരുമില്ലാത്ത റോഡും വല്ലപ്പോഴും ഓരോ വണ്ടി വരുന്ന റോഡുമാണിത്. അപ്പം ഈ വീഡിയോ ഇങ്ങനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.